വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാനായി അബി നവ്യയെ കൊണ്ട് പൈനാപ്പിൾ കഴിപ്പിക്കുവാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യക്കൊരു കോള് വന്ന് അവൾ ഹാളിലേക്ക് വരുന്നുണ്ട്. ഹാളിലിരിക്കുന്ന എല്ലാവരും അത് കാണുന്നു. എന്താ ഇത്, അവൾ പൈനാപ്പിളും കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുവാണല്ലോ എന്നൊക്കെ ജലജ അബിയോട് ചോദിക്കുവാണ്. അവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതും എടുത്തോണ്ട് ഹാളിലേക്ക് വരണ്ടാന്ന്. ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അബി എഴുന്നേറ്റപ്പോ വേണ്ട, ഇപ്പൊ നീ അവളെ തടഞ്ഞ വീട്ടിലെല്ലാവരും നിന്നെ സംശയിക്കും, നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ജലജ തടയുന്നുണ്ട്. ദേവയാനി നവ്യ കഴിക്കുന്നത് നോക്കി അത് പൈനാപ്പിൾ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ജാനകി നവ്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് നീ കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതെന്താ, ഈ വീട്ടിൽ എനിക്ക് പൈനാപ്പിള് കഴിക്കാൻ പോലും പറ്റില്ലേ? പൈനാപ്പിള് കഴിച്ചാൽ നല്ലതാ, സ്കിന്നൊക്കെ നന്നായി തിളങ്ങും എന്നൊക്കെ നവ്യ മറുപടി കൊടുക്കുന്നുണ്ട്. ഉടനെ നയന വന്ന് ശേഷിക്ക് തീരെ വിവരൂലേ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പൈനാപ്പിൾ കഴിക്കരുതെന്ന് ശേഷിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചപ്പോ നവ്യ ആകെ വല്ലാതാവുകയാണ്. ഇത്രയും നാളായിട്ടും ഇതുപോലും നിനക്ക് അറിഞ്ഞൂടെ നവ്യെ? അങ്ങനെ മുത്തശ്ശിയും കൂടി ചോദിച്ചപ്പോ സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശി. എന്താ അബി ഇത്, നീയല്ലേ ഇത് വാങ്ങി തന്നെ എന്ന് ചോദിക്കുവാണ് നവ്യ. എനിക്കും പൈനാപ്പിൾ ഈ സമയത്ത് കഴിക്കരുതെന്ന് സത്യമായിട്ടും അറിയില്ല, സോറി എന്ന് അബി പറയുന്നുണ്ട്. എന്താ ജലജ ഇത്, അവൾക്ക് എന്ത് കൊടുക്കണം കൊടുത്തൂടാന്നൊക്കെ നിനക്കറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ഇത് കൊടുത്തേ എന്ന് ചോദിച്ച് ദേവയാനി ചൂടാവുന്നുണ്ട്. ശരി, അവൾ അറിയാതെ കഴിച്ചുപോയി, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ മുത്തശ്ശൻ ആവശ്യപ്പെട്ടപ്പോ ഉടനെ തന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി നവ്യമോളെ ചെക്ക് ചെയ്യാൻ മുത്തശ്ശി പറയുന്നുണ്ട്. വേണ്ട മുത്തശ്ശി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നവ്യ പറയുമ്പോൾ മൂത്തവർ പറയുന്നത് അനുസരിക്കും നവ്യമോളെ. ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്താലേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂ എന്നൊക്കെ മുത്തശ്ശി മറുപടി കൊടുക്കുവാണ്. നയന നവ്യയെ മാറ്റി നിർത്തി പറയുന്നുണ്ട്. ഡോക്ടർ വന്നാലേ ശേഷി പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപിടിച്ച് വീട്ടിലെല്ലാവരോടും പറയും, പിന്നെ അത് വലിയ നാണക്കേടായി മാറും. അതിനു മുമ്പ് ശേഷി തന്നെ നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് എല്ലാവരോടും മാപ്പ് ചോദിക്ക്, ഇല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും ഈ വീടിന് പുറത്തായിരിക്കും. നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായടി. ഗർഭമില്ലെന്ന് പറഞ്ഞാലേ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, എന്നിട്ട് നിനക്ക് മഹാറാണിയെ പോലെ ഈ വീട്ടിൽ വാഴാനല്ലേ? നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ലടി, ഈ കാര്യം ഹാൻഡിൽ ചെയ്യാനേ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നവ്യ പോവുകയാണ്. അതേസമയം പുറത്തു വെച്ച അനിയെ കരാട്ടെ പഠിപ്പിക്കുവാണ് നന്ദു. നന്ദുവിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അബിയാകെ ടയേർഡാവുന്നുണ്ട്. അത് കണ്ട് നന്ദു അബിയെ നല്ല ഇടി കൊടുക്കുവാണ്. അബിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ നുണ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ വന്ന് സത്യമൊക്കെ പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് വലിയ ധൈര്യത്തില് നയനയോടും പറഞ്ഞുപോയി എന്നൊക്കെ നവ്യ മനസ്സിൽ പറയുമ്പോഴേക്കും ഡോക്ടർ എത്തുന്നുണ്ട്. മുത്തശ്ശി വന്ന് ഡോക്ടറോട് ഇത് നവ്യമോള് ജലജയുടെ മരുമകളാണ്, ഇവള് ഗർഭിണിയായിരിക്കുമ്പോൾ അറിയാതെ പൈനാപ്പിൾ കഴിച്ചു, അതുകൊണ്ട് ഇവളെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഞാൻ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല, വെറും 4-5 പീസേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഡോക്ടർ. അങ്ങനെ നവ്യ പറയുമ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്ത് പറഞ്ഞോളും, നീ വായെന്ന് പറഞ്ഞ ദേവയാനി നവ്യയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടർ തനിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാമെന്ന് കരുതിയതാ. ഇപ്പോൾ എല്ലാവരും മുറിയിലേക്ക് വരുന്നുണ്ടല്ലോ, എന്താ ഇന്ന് ചെയ്യുക, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ മുറിയിൽ പോയി കിടക്കുന്നു. നവ്യയെ കിടത്തി ചെക്ക് ചെയ്തപ്പോൾ അവൾ പ്രഗ്നൻ്റ് അല്ലെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുകയാണ്. അതറിഞ്ഞ് നവ്യയെ തന്നെ ദേഷ്യത്തിൽ നോക്കുവാണ് ഡോക്ടർ. എന്തുപറ്റി ഡോക്ടർ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ഇനിയും കുറച്ച് കൂടുതലായി നവ്യയെ പരിശോധിക്കാനുണ്ട്, എല്ലാവരും ഒന്ന് പുറത്തു പോയി നിൽക്കാമോ എന്ന് ഡോക്ടർ ചോദിക്കുവാണ്. അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. എന്തിനാ ഇങ്ങനെ ഒരു കള്ളം ചെയ്തേ? അങ്ങനെ ഡോക്ടർ നവ്യയോട് ചോദിച്ചപ്പോൾ നവ്യ പൊട്ടിക്കരയുവാണ്. ഈ വീട്ടിൽ കുഞ്ഞു വരുമെന്നുള്ള വാർത്ത എത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് നിനക്കറിയാമോ നവ്യെ? അതുമല്ല, ഇത് എത്രയും വലിയ പേര് കേട്ട തറവാടാണെന്ന് കുട്ടിക്കറിയാമോ? നിന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിക്കാണുമോന്ന് ആകെ പേടിച്ചു നിൽക്കും അവരെല്ലാവരും. എന്നിട്ട് നീ എന്തായി കാണിച്ചേ? എന്തിനാ ഇങ്ങനെ ഒരു കള്ളം ചെയ്തേ എന്നൊക്കെ ചോദിച്ച് ഡോക്ടർ ചൂടാവുകയാണ്. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക് ഡോക്ടർ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ ഇല്ലാതായി പോകുമായിരുന്നു എന്ന് പറയുവാണ് നവ്യ. നിന്റെ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാനൊരു ഡോക്ടറാണ്, എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ഈ കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നടക്കുവാണ്. ഡോക്ടർ നിൽക്ക്, അങ്ങനെ ചെയ്യരുത്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഡോക്ടർ പ്ലീസ്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് അബിയോടൊപ്പം കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടി വന്നതാ. പക്ഷെ അബി എന്നെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കാൻ പോയാ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്നെ രക്ഷിക്കണം ഡോക്ടർ എന്ന് പറഞ്ഞ് നവ്യ കാലു പിടിച്ച് കരയുവാണ്. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നവ്യെ, നീ പറഞ്ഞ കള്ളം വലുതാക്കാൻ പറ്റും,
പക്ഷേ നിന്റെ വയറ് വലുതാക്കാനൊന്നും പറ്റില്ല. അത് കണ്ട് വീട്ടിലുള്ളവർ അത്ഭുതപ്പെടും. അതിനു മുമ്പേ ഇപ്പൊ തന്നെ സത്യങ്ങൾ പറയുന്നതാ നിനക്ക് നല്ലത്. നീ ചെയ്തതുപോലെ എന്നെ കൊണ്ട് കള്ളം പറയാനൊന്നും പറ്റില്ല. എന്നെ വിശ്വസിച്ച് വിളിച്ചു വരുത്തിയവരോട് ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല. സോറി എന്ന് പറഞ്ഞ് ഡോക്ടർ വാതിൽ തുറക്കാൻ പോകുവാണ്. ഡോക്ടർ നിൽക്ക് എന്ന് നവ്യ എത്ര പറഞ്ഞിട്ടും ഡോക്ടർ അത് കേട്ടില്ല. അവസാനം ഡോക്ടർ എന്ന ഉച്ചത്തിൽ വിളിച്ച് നവ്യ കഴുത്തിൽ കത്തി വയ്ക്കുവാണ്. അത് കണ്ട് ഡോക്ടർ, കുട്ടി നീ എന്താ ഈ കാണിക്കുന്നത്? കത്തി മാറ്റാൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് വേറെ വഴിയില്ല ഡോക്ടർ, പ്ലീസ്. അങ്ങനെ നവ്യ കരഞ്ഞു പറയുവാണ്. അതേസമയം ബാക്കിയുള്ളവരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കള്ളങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഡോക്ടർ പുറത്തേക്ക് വന്ന് അതൊക്കെ പറയുമ്പോൾ എൻ്റെ ലൈഫും ചേച്ചിയുടെ ലൈഫും ഒക്കെ എന്താവും? ഇന്നത്തോടെ എൻ്റെ ഈ വീട്ടിലുള്ള ജീവിതം തീർന്നു എന്നൊക്കെ നയന മനസ്സിൽ പറയുമ്പോഴേക്കും ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തുകയാണ്. നവ്യമൊക്കെ എങ്ങനെയുണ്ട് ഡോക്ടർ? അങ്ങനെ മുത്തശ്ശി ചോദിച്ചപ്പോൾ, നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. വയറ്റിലുള്ള കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല. നവ്യയുടെ കുഞ്ഞ് സേഫാണ് എന്നൊക്കെ ഡോക്ടർ കള്ളം പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവർക്കും സന്തോഷാവുന്നു. അബി, നീ എന്തിനു വേണ്ടിയാ എന്നെ കൊണ്ട് പൈനാപ്പിൾ തിരിച്ചെന്ന് എനിക്കിപ്പോൾ മനസ്സിലായടാ. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കില്ല. ഈ ചെയ്തതിനെ നിനക്ക് ഞാൻ നല്ലൊരു പണി തന്നിരിക്കും എന്നൊക്കെ അബിയെ നോക്കി മനസ്സിൽ പറയുകയാണ് നവ്യ. ഇനി മുതൽ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതെല്ലാവരോടും ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. വയറ്റിലുള്ള കുഞ്ഞിനെ ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട്. നവ്യയോട് നയന ഒരു കള്ളം മറക്കാൻ വീണ്ടും മറ്റൊരു കള്ളം കാണിച്ചുവല്ലേ? ഡോക്ടറെ കൊണ്ട് ചേച്ചി കള്ളം പറയിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ഈ നവ്യ ആരാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോടി? എന്ത് പ്രശ്നം വന്നാലും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉടനെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആകും എന്നൊക്കെ പറഞ്ഞ് നവ്യ പോവുകയാണ്. പിന്നീട് മുത്തശ്ശൻ ആ വീട്ടിലേക്ക് ജോത്സ്യനെ വിളിപ്പിച്ചിരിക്കുവാണ്. നവ്യയുടെയും അബിയുടെയും ജാതകങ്ങൾ നോക്കണം. എപ്പോൾ നോക്കിയാലും അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. ഇപ്പൊ തന്നെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് ആപത്ത് വരാനുള്ള സൂചനകളൊക്കെ ഉണ്ടായി. ജാതകം നോക്കി ഇതിന് പരിഹാരക്രിയകൾ ഉണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുവാണ്. ഇതൊക്കെ ജോത്സ്യനോട് ചോദിക്കുന്നതിന് മുമ്പ് ഇവളുടെ അമ്മായിയമ്മയോട് ചോദിക്കണം. അങ്ങനെ ദേവയാനി പറഞ്ഞപ്പോ, ഞാൻ ആരുടെ അമ്മായിയമ്മയൊന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുവാണ് ജലജ. ജാതകം പരിശോധിച്ച ജോത്സ്യൻ, രണ്ടുപേരും തമ്മിൽ പൊരുത്തം കുറച്ച് കുറവാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മുരുകന്റെ കോവിലില് വിളക്കുപൂജ ചെയ്താലേ എല്ലാം ശരിയാവും. അത് ചെയ്യേണ്ടത് നവ്യയാണെന്ന് ജോത്സ്യൻ പറയുന്നുണ്ട്. എല്ലാ തെറ്റും അബി ചെയ്തിട്ട് ഞാൻ പോയി പൂജ ചെയ്യണല്ലേ? എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് നീ അല്ലേടാ അബി. അപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ മനസ്സിൽ പറഞ്ഞ ശേഷം നവ്യ എഴുന്നേറ്റ് വരുന്നുണ്ട്. ജോത്സ്യരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ? ഈ സമയത്ത് ഇങ്ങനെയുള്ള പൂജ ചെയ്താലേ ഒരുപാട് സമയമെടുക്കും. അത്രയും നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ല മുത്തശ്ശി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. നവ്യമോള് പറഞ്ഞതിലും കാര്യമുണ്ട്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ? ജോത്സ്യരെ, വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുവാണ്. ഇല്ല, ഇത് തന്നെ ചെയ്യണമെന്ന് ജോത്സ്യം പറഞ്ഞപ്പോൾ, ഈ വിളക്ക് പൂജ ഭാര്യയ്ക്ക് വയ്യാത്തോണ്ട് ഭർത്താവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അബിയെ കൊണ്ട് ഈ പൂജ ചെയ്യിക്കാമോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അബി ആകെ പേടിച്ചു നിൽക്കുവാണ്. തീർച്ചയായും ഭർത്താവിന് ഈ പൂജ ചെയ്യാമെന്ന് ജോത്സ്യം പറഞ്ഞപ്പോൾ, അബി നീ അത്രയും നേരം അമ്പലത്തിലിരുന്ന് ഈ വിളക്ക് പൂജ ചെയ്യണം അങ്ങനെ മുത്തശ്ശൻ ആവശ്യപ്പെടുകയാണ്. ഇല്ല, എനിക്കൊന്നും വയ്യ ചെയ്യാൻ, എനിക്ക് നല്ല തിരക്കുണ്ട് എന്ന് അബി പറഞ്ഞപ്പോൾ, നിന്റെ കുഞ്ഞ് നല്ലതായിരിക്കാനുള്ള പൂജയാ, അത് നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി ചൂടാവുന്നുണ്ട്. നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ മോന് പണി കിട്ടിയിരിക്കുവാണല്ലോ എന്നോർത്ത് ആകെ ടെൻഷനാവുകയാണ് ജലജ. ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടി പൂജ ചെയ്യുന്നോ? ഇതൊക്കെ അവസാനം എന്താകുമോ എന്നൊക്കെ നയന ആലോചിക്കുന്നുണ്ട്. ജോത്സ്യരെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ പൂജ അബി തന്നെ ചെയ്യും. അങ്ങനെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. നാശം പിടിച്ചവള് എനിക്കിട്ട് പണി തരുവാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് അബി.